നമുക്ക് ആരംഭിക്കാം. സഹനാവതു സഹനതു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി. ആത്മീയരായ എല്ലാ പ്രവർത്തകർക്കും പഞ്ചമസ്കന്ധം 13-ാം അധ്യായം ശ്ലോകം 11 അല്ലേ സാറേ? പഞ്ചമസ്കന്ധം 13-ാം അധ്യായം ശ്ലോകം 11. ക്വചിത് ശീതാതപവർഷ പ്രതിക്രിയം ഗർത്തുമനീശ ആസ്തേ ക്വചിത് മിഥോ വിപണൻ യച്ച കിഞ്ചിത് വിദ്വേഷമുച്ഛത്യുത വിത്തസഖ്യാൻ. സംസാരത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ച് മാത്രം ഒന്ന് വിസ്തരിച്ച് ഒരു വനം പോലെ കാട് പോലെ അത് നമുക്ക് അസഖ്യമാണ് എന്ന് ഉദാഹരണത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിച്ച ചിലയിടത്ത് ചിലപ്പോഴ് ശീതം ആതപം വാതം വർഷം. ശീതം തണുപ്പ്, ആതപം ചൂട്, വാതം കാറ്റ്, വർഷം മഴ. ഇവയ്ക്ക് പ്രതിക്രിയാം കർത്തും അവയിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടി അതിന് പരിഹാരം ചെയ്യുന്നതിന് അനീശ ആസ്തെ അശക്തനായിട്ട് ഇതിനെയൊക്കെ സഹിക്കുകയല്ലാതെ അതിന് പരിഹാരം കണ്ട് പോവാൻ അവയിൽ നിന്ന് പല ഉപദ്രവവും ഉണ്ടാകും. വെയിലുപദ്രവം ഉണ്ടാകും, മഴയുപദ്രവം ഉണ്ടാകും, കാറ്റുപദ്രവം ഉണ്ടാകും, മഞ്ഞുപദ്രവം ഉണ്ടാകും. അതിനൊരു പ്രതിവിധി ചെയ്യാൻ ആവാതെ പലപ്പോഴും വിഷമിച്ച് പ്രതിക്രിയാം കർത്തും അനീശ ആസ്തി. ക്വചിത് വേറെ ചിലപ്പോൾ മിഥോ വിപണൻ യച്ച കിഞ്ചിത്. മിഥോ വിപണൻ പരസ്പരം കൊടുത്തു വാങ്ങിയിട്ട്, വിപണനം ചെയ്യുക കൊടുക്കൽ വാങ്ങിക്കുക. മിഥോന്റെ പരസ്പരം ചിലപ്പോ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുക, പലരും കൊണ്ടുവന്ന് വാങ്ങുക. അങ്ങനെ കൊടുത്തു വാങ്ങുന്ന അവസരത്തിൽ വിദ്വേഷം ഗൃച്ഛതി ഉത, വിദ്വേഷത്തെ പ്രാപിക്കുക തന്നെ ചെയ്തേക്കാം. വിദ്വേഷം ഗൃച്ഛതിച്ച പ്രാപിക്കുക. ഉത അല്ലെങ്കിൽ വിത്ത ശാഠ്യ, ധനത്തിന്റെ ശാഠ്യതയിൽ നല്ല കൂട്ടുകാരാണ്, പരസ്പരം ധാരാളം സാധനങ്ങൾ കൊടുത്തും വാങ്ങിയുമൊക്കെ സന്തോഷകരമായിട്ട് കഴിഞ്ഞാണ്. പക്ഷെ അപൂർവം ചില സന്ദർഭത്തില് ധനവിഷയം വന്നപ്പോൾ മറവി കൊണ്ടോ ഒരു വഞ്ചന പോലെ തോന്നിച്ചു. കൊടുത്താണോ കൊടുത്തില്ലയോ, അതോ അങ്ങനെ കള്ളം പറയുന്നതാണോ, പെട്ടെന്ന് അയലുമായിട്ട് വൈരി ഉണ്ടാകും, വിരോധം ഉണ്ടാകും. അപ്പൊ ചിലപ്പം ഈ വാതാത വർഷങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെ പ്രതിവിധി ചെയ്യാൻ ആവാതാണ്. വേറെ ചിലപ്പോൾ മറ്റു പലരുമായി ശാഠ്യബുദ്ധി കൊണ്ട്, വഞ്ചന കൊണ്ട്, കളവ് കൊണ്ട് ശത്രുക്കളായി തന്നേക്കാം. ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. ക്വചിച്ച ശീതാതപവാത വർഷ പ്രതിക്രിയം കർത്തും അനീശ ആസ്തേ ക്വചിത് മിഥോ വിപണൻ എത്ര കിഞ്ചിത് വിദ്വേഷമുച്ഛത്യുത വിത്തശാഠ്യാൻ. ക്വചിത് ശീതാതപവാതപ പാദവർഷ പ്രതിക്രിയം കർത്തുമനീശ ആസ്തേ ക്വചിത് മിഥോ വിപണൻ യച്ച കിഞ്ചിത് വിദ്വേഷമുച്ഛത്യുത വിത്തശാഠ്യാത്. ക്വചിത് ക്വചിത് ക്ഷീണധനസ്തുതസ്മിൻ ശയ്യാധനസ്ഥാന വികാരഹീന യാചൻ പരാതപ്രതിലബ്ധകാമ പാരക്യദഷ്ടം ദേവമാനം. ക്വചിത് ക്വചിത്
ചിലപ്പോഴൊക്കെ ക്ഷീണധനസ്ഥ, ധനം ക്ഷയിച്ചു വരാം, ക്ഷീണധനുണ്ടാകും. അപ്പോൾ തസ്മിൻ ശയ്യ ആസനസ്ഥാന വിഹാരഹീന, ശയ്യ കിടക്ക, ആസനം പീഠങ്ങൾ, സ്ഥാനം മുറികൾ, ശയ്യ ആസന സ്ഥാന വിഹാരം വാഹനങ്ങൾ, ഹീന ഇതൊന്നും ഇല്ലാത്തവനായിട്ട് വരും. ധനം ക്ഷയിച്ചില്ലാണ്ടാകും, കിടക്കാനുള്ള ഇടമില്ലാണ്ടാകും, സഞ്ചരിക്കാൻ വാഹനമില്ലാണ്ടാകും, ഇരിക്കാനൊരു പീഠം പോലും ഇല്ലാണ്ടാകും, കിടക്കാൻ കിടക്കുകയും ഇല്ലാണ്ടാകും. അപ്പൊ ഉണ്ടായിരുന്ന മുതലെല്ലാം ക്ഷയിച്ചു പോയാൽ ഇതിനൊന്നും അവസരമില്ലാതെ വരും. അങ്ങനെ വന്നാലോ യാചൻ, പിന്നെന്ത് ചെയ്യാൻ? യാചിക്കുക. പരാത്, മറ്റുള്ളവരിൽ നിന്ന് യാചിക്കുക. അപ്രതിലബ്ധകാമ, യാചിച്ച് കിട്ടിയില്ലെങ്കിലോ ലഭിക്കാത്ത കാമ. അപ്രതിലബ്ധകാമ, അപ്രതിലബ്ധം ലഭിക്കാത്ത കാമം. പലരോടും യാചിച്ചു, ഒന്നും കിട്ടിയില്ല. ആഗ്രഹിച്ചു, ഒന്നും കിട്ടിയില്ല. പാരക്യദൃഷ്ടി, അന്യന്റെ സാധനങ്ങളിൽ ആഗ്രഹം ഉണ്ടായിട്ട്, പാരക്യം പരന്റേത്, പാരക്യദൃഷ്ടി മറ്റുള്ളവരുടെ വസ്തുക്കൾ കണ്ണു ചെന്നിട്ട് അതിനെ ആഗ്രഹിക്കും, പക്ഷെ അത് കിട്ടാതെ വരും. അപ്പോൾ അവമാനം ലഭതേ, അവമാനം. ഈ ലോക ജീവിതത്തിന്റെ നഗ്നമായ ചിത്രം വരച്ച് കാണിക്കുകയാണ്. സംസാര ലോക ജീവിതം ഇങ്ങനെയാണ്. എല്ലാവർക്കും ഇതൊക്കെ ഏറെക്കുറെ തിരിച്ചും മറിച്ച് പരിശോധിക്കേണ്ടി വരും. ചിലപ്പോ നല്ല സമ്പത്തുണ്ടാവും, ഇനി ചിലപ്പോ ആ മുതലെല്ലാം ക്ഷയിച്ചു പോകാം. അങ്ങനെ ക്ഷയിച്ച അവസാനം കിടപ്പാടമില്ല, സ്ഥലമില്ല, വീടില്ല, വസ്ത്രമില്ല, കഴിക്കാനില്ല, വന്നേക്കാം. അപ്പൊ ഒറ്റ വഴിയുള്ളൂ, യാചിക്കുക. യാചിക്കുമ്പോ കിട്ടിയില്ലെങ്കിലോ, കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളിലേക്ക് കണ്ണുപോകും. അതെങ്ങനെയെങ്കിലും അപഹരിക്കണം എന്ന വിചാരമാണ്. അത് കിട്ടാതെ വന്നാലോ കിട്ടിയാലോ അവമാനമാണ്. ഇതിങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളുടെ ചിത്രം. കുചിത് കുചിൽ ക്ഷീണധനസ്വതസ്മിൻ ശയ്യാസനസ്ഥാന വിഹാരഹീനാം യാചൻ പരാത് അപ്രതിലബ്ധകാമ പാരക്യദൃഷ്ട ലഭതേവമാനം. കുചിത് കുചിൽ ക്ഷീണധനസ്വതസ്മിൻ ശയ്യാസനസ്ഥാന വിഹാരഹീനാം യാചൻ പരാത് അപ്രതിലബ്ധകാമ പാരക്യദൃഷ്ട ലഭതേവമാനം. താംസ്തൻ അന്യോന്യവിത്തവൃതിശങ്കവൃദ്ധ വൈരാനുബന്ധോ വിവഹന്നിധശ്ച അത്ഥ്യമുഷ്മിന്നുരുഹൃശ്രവിത്ത പാസോപസർഗേർ വിഹരൻ വിഹന്ന. അന്യോന്യവിത്തവ്യതിശങ്കവൃദ്ധ വൈരാനുബന്ധ, പരസ്പരം അന്യോന്യം വ്യതിശങ്കവർത്ഥ, വിത്തത്തിന്റെ വ്യതിശങ്കം കൊണ്ട്, വിത്തത്തിനോടുള്ള ആസക്തി കൊണ്ട് വൃദ്ധ വർദ്ധിച്ചു വന്ന വൈരാനുബന്ധോ, വൈരാനുബന്ധം വർദ്ധിച്ചു. പരസ്പരം നല്ല വിശ്വാസത്തോടുകൂടി വിത്തം കൊടുത്തും വാങ്ങിയൊക്കെ കഴിയുന്ന ഒരാൾ ഒരു ദിവസം അതിന് എന്തെങ്കിലും ഒരു അപാകതയുണ്ടായാൽ വൈരം വർദ്ധിക്കും. അങ്ങനെ വൈരികളായിട്ട്, ശത്രുക്കളായിട്ട് ജീവിക്കും. എപ്പോഴും മനസ്സുണ്ടായാലിന്റെ ശത്രുവാണ് എന്നിങ്ങനെ. പക്ഷെ അയാളെ കാണുമ്പോൾ ശരിക്കും വർത്തമാനങ്ങളിൽ വ്യക്തിത്വമൊക്കെ ഒരു കുഴപ്പമില്ല, പക്ഷെ ഉള്ളിൽ ഈ വൈരം വെച്ചു പുലർത്തായിരിക്കും. അന്യോന്യവിത്തവ്യതിശങ്കവർത്ഥ വൈരാനുബന്ധോ
എന്നിട്ടോ വിവഹൻ മിഥശ്ച 2 ആഴ്ചയോ 2 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ തങ്ങളുടെ മകള് ഇയാളുടെ മകനുമായി ഇഷ്ടത്തിലായി, പ്രേമത്തിലായി വിവാഹം കഴിക്കണം. ഈ വൈരമെല്ലാം മറന്നിട്ട് പരസ്പരം എന്ത് ചെയ്യും? വിവാഹവും നടത്തും. വിവഹൻ മിഥശ്ച പരസ്പരം അന്യോന്യം. ഈ വൈരാനുബന്ധത്തോടു കൂടി ഇരിക്കുന്നവർ തമ്മിലും വിവാഹാദികളായ ബന്ധങ്ങൾ ഉണ്ടാകാം. ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത്വനി അമുഷ്മിൻ ഉരുകൃച്ഛവിദ്ധബാധോപസർഗൈ. അമുഷ്മിൻ അത്വനി, അത്വന്യമുഷ്മിൻ ഈ വഴിയിൽ ഉരുകൃച്ഛവിദ്ധബാധോപസർഗൈ വർദ്ധിച്ച ഉരുവായ കൃച്ഛ്രമായ വിത്തത്തിന്റെ ബാധയാകുന്ന ഉപസർഗത്താൽ, ഉപസർഗം ആപത്ത്, ബാധ ദ്രവ്യനാശങ്ങൾ നശിച്ചു പോകും. ഉരുകൃച്ഛ്ര ബാധ അതികഷ്ടവും ഉരുകൃച്ഛ്രം ഏറ്റവും കഷ്ടതയായതും ഉരുകൃച്ഛ്ര വിത്തബാധ ഉപസർഗേഹി ധനത്തിന്റെ ബാധകൾ കൊണ്ട്, നാശം കൊണ്ട്, പല ആപത്തുകളും ഉണ്ടായിക്കൊണ്ട് ഉപസർഗൈഹി വിഹരൻ ആ ഉപസർഗങ്ങൾ കൂടി സഞ്ചരിച്ചുകൊണ്ട്, ആപത്തുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വിപന്നഹ വിപത്തിലകപ്പെടും, മരിച്ചവരെ പോലെയാണ്. ഈ വിധമുള്ള മാർഗത്തിൽ ധനസംബന്ധമായും മറ്റും നേരിടുന്ന ഓരോ ആപത്തുകൾ കൊണ്ട് മൃതപ്രായനാണ്. അതാണ് വിപന്ന, നശിച്ചവനാണ്. അന്യോന്യവിത്തവ്യതിശങ്കവർദ്ധ വൈരാനുബന്ധോ വിവഹൻ മിഥശ്ച അത്വന്യമുഷ്മിൻ ഉരുകൃച്ഛവിത്ത ബാധോപസർഗേ വിഹരൻ വിപന്ന. അന്യോന്യവിത്തവ്യതിശങ്കവർദ്ധ വൈരാനുബന്ധോ വിവഹൻ മിഥശ്ച അത്വന്യമുഷ്മിൻ ഉരുകൃച്ഛവിത്ത ബാധോപസർഗേ വിഹരൻ വിപന്ന. അന്യോന്യവിത്തവ്യതിശങ്കവർദ്ധവൈരാനുബന്ധോ വിവഹൻ മിഥശ്ച അത്വന്യമുഷ്മിൻ ഉരുകൃച്ഛവിത്ത ബാധോപസർഗേ വിഹരൻ വിപന്ന. സ്ഥാൻ വിപന്നം ഫഹി തത്ര വിഹായ ജാതം പരിഗൃഹ്യ ഭർത്ത ആവർത്തരദ്യാവി നകശ്ചിതത്ര വീരാർത്ഥന പാലമുപൈതിയോഗം. താം സ്ഥാൻ വിപന്നാൻ അതാത് ആപത്തുകളെ അകപ്പെട്ടിട്ട് ഫഹി തത്ര അവിടെ വന്നു ചേരുന്ന ഓരോ തരത്തിലുള്ള ആപത്തുകൾ അകപ്പെട്ടവരെ കുറിച്ച് വിഹായ ജാതം പരിഗൃഹ്യ ഭർത്ത, വിഹായ ഉപേക്ഷിച്ചിട്ട്, ജാതം ജനിച്ചവനെ പരിഗൃഹ്യ സ്വീകരിച്ചിട്ട്, വിഹായ ജാതം നോട്ട് ചെയ്യണേ. സ്വാർത്ഥഹംസ സംഘം നടത്തും. ആവർത്തത അദ്യാപി നകശ്ചിതത്ര, അദ്യാപി ഇപ്പോഴും ആവർത്തതയെ മടങ്ങി വരുന്നില്ല. വീര സംബോധനയാണ്. അത്ഥനഹ പാരം വഴിക്ക് അപ്പുറം ഉപൈതി യോഗം, യോഗത്തെ ഉപൈതി പ്രാപിക്കുന്നില്ല. ആരൊക്കെയോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നതെല്ലാം ഇവിടെ കേൾക്കാം. അതുകൊണ്ട് മൈക്ക് ഓൺ ചെയ്തവരെ അറിയാതായിരിക്കും. പക്ഷെ ശ്രദ്ധിച്ച് ഓഫ് ചെയ്യണം, മ്യൂട്ട് ചെയ്യണം.
താംസ്ഥാൻ വിപന്നാൻ ഫഹി തത്ര തത്ര വിഹായ ജാതം പരിഗൃഹ്യ ഫർഹ. ഈ വഴിയിൽ കൂടി സഞ്ചരിച്ചു പോകുന്നവർക്ക് പലതരത്തിലുള്ള ആപത്തുകൾ അകപ്പെടും. അപ്പോൾ വിഹായ ജാതം പരിഗണിക്കുക, മരിച്ചവരൊക്കെ ഉപേക്ഷിച്ചിട്ട് ജനിച്ചവരെ സ്വീകരിക്കാം ആണല്ലോ നാം തോന്നിയിരിക്കുന്നത്. മരിച്ചവരെ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ തന്നെ ഉപേക്ഷിച്ചതാണ്, പക്ഷെ മനസ്സുകൊണ്ട് കുറെ കഴിഞ്ഞു. ജനിച്ചവനെ അപ്പൊ തന്നെ സ്വീകരിക്കുകയും ചെയ്യും കൂടെ. എന്നിട്ട് സംഘത്തോടൊപ്പം, ആ ഒരു കുടുംബത്തെ ജനങ്ങളോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ഒരാളും ഇപ്പോഴും ഈ അധ്വനപ്പാരം, ഈ വഴിക്ക് അപ്പുറത്തുള്ള യോഗത്തെ നാം ഉപൈതി പ്രാപിക്കുന്നില്ല, ഇപ്പോഴും പ്രാപിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഇപ്പൊ വർണ്ണിച്ച വിധത്തിലുള്ള എത്രയോ സങ്കടങ്ങളും ആപത്തുകളും കൊണ്ട് അതിലകപ്പെട്ട് മരിച്ചവരൊക്കെ ഉപേക്ഷിച്ച് ജനിച്ചവരൊക്കെ സ്വീകരിച്ച് അവരുമായി കൂട്ടുകൂടി സഞ്ചരിക്കുന്ന ഈ സംഘത്തിലെ ഒരാളെങ്കിലും പുറപ്പെട്ട സ്ഥലത്തേക്ക് മടങ്ങി വരികയോ അല്ലെങ്കിൽ ഈ വനത്തിന്റെ മറുകര കാണാനുള്ള ഉപായത്തെ അറിയുകയോ ചെയ്യുന്നില്ല. ഈ കാട്ടിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് കാലം കഴിക്കും. കാട് സംസാരമാണ്. അപ്പൊ ഈ സംസാരത്തിൽ അനുഭവിക്കേണ്ട വിപത്ത് പരമ്പരകളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഇങ്ങനെയുള്ള സങ്കടം കൊണ്ട് ഇവിടെ ജീവിക്കുന്നവർ മരിച്ചവരെ ഉപേക്ഷിച്ച് ജനിച്ചവരെ കൂട്ടിച്ചേർത്ത് അവരുമായി ഒരു സംഘമുണ്ടാക്കി ബന്ധുത്വം സ്ഥാപിച്ച് അങ്ങനെ സഞ്ചരിക്കുന്ന ഈ സംഘത്തിൽപ്പെട്ട ഈ മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെങ്കിലും താൻ പുറപ്പെട്ട സ്ഥലത്തേക്ക് മടങ്ങി വരാറില്ല. എവിടുന്നാണോ ജനിച്ചത് അവിടേക്കല്ല പോയി. ഇനിയും ഈ കാടിന്റെ സംസാരക്കാടിന്റെ അപ്പുറത്ത് കിടക്കാൻ ഉള്ള ഉപായത്തെ അറിയുകയുമില്ല. അപ്പൊ ഇതെന്ത് ചെയ്യും? ഈ സംസാരത്തിൽ വീണ്ടും വീണ്ടും ചുറ്റിക്കറങ്ങി ഇങ്ങനെ സഞ്ചരിച്ചു പോകുള്ളൂ. ഈ ഭ്രമണപഥത്തിൽ നിന്ന് മുക്തി ലഭിക്കില്ല. താംസ്ഥാൻ വിപന്നൻ സഹിതത്ര വിഹായ ജാതം പരിഗൃഹ്യപാർത്ഥം പരിഗൃഹ്യപാർത്ഥ ആവർത്തരദ്യാപി ന കശ്ചിദത്ര വീരധ്വന പാരവേദിയോഗം. താംസ്ഥാൻ വിപന്നൻ സഹിതത്ര വിഹായ ജാതം പരിഗൃഹ്യപാർത്ഥം ആവർത്തരദ്യാപി ന കശ്ചിദത്ര വീരധ്വന പാരവേദിയോഗം. മനസ്സിനോ നിർജിത ദിഗ്ഗജേന്ദ്ര മമേതി സർവേ ഭൂയിബദ്ധവൈര മൃഥേ ശരീരന്നതു തത്രജന്തി എന്യസ്തദന്തോ ഗതവൈരോഭിയാതി. മനസ്സിനഹ, നല്ല മനസ്സുള്ളവരായ ധീരന്മാർ, പ്രശസ്തമായ മനസ്സുള്ളവർ, മനസ്സിന്റെ ധീരതയാണ്, ശക്തിയാണ്, ബലമാണ്. അങ്ങനെയുള്ള മനസ്സുകൾ നിർജിത ദിഗ്ഗജേന്ദ്ര, ദിഗ്ഗജേന്ദ്രങ്ങളെയൊക്കെ ജയിച്ചിട്ട്, ദിക്കുകളെയും അവിടെയുള്ള ഗജേന്ദ്രന്മാരെയും ഒക്കെ ജയിച്ചിട്ട് മമ ഇതി, എന്റേത് എന്നുള്ള ഭാവത്തെ ഉറപ്പിച്ച് സർവേ ഭൂയി ബദ്ധവൈര, ലോകത്തിൽ എല്ലാവരും ബദ്ധവൈദികളായി തീരും. എന്റെ എന്നുള്ള ഭാവം എവിടെ വളർന്നു വലുതാകുന്നുവോ അവിടെ വൈരമുണ്ടാകാൻ കാരണമാണ്. ഉണ്ടായിട്ട് മൃഗേ യുദ്ധത്തിൽ
യുദ്ധത്തിൽ ശരീരൻ കിടക്കും. നതു തദ്വ്രജതി, അതിനെ പ്രാപിക്കുന്നു. യത് ന്യസ്തദണ്ഡോ യന്യസ്തദണ്ഡോ, യാതൊന്നാണോ ദണ്ടുപേക്ഷിച്ച് ഗതവൈരോ അഭയാദി, വൈരമില്ലാത്തവനായിട്ട് അഭയാദി പ്രാപിക്കുന്നു. ദിഗ്ഗജങ്ങളെ പോലും വേണമെങ്കിൽ മനുഷ്യൻ ജയിച്ചു എന്ന് വരാം. അങ്ങനെ ജയിച്ചു എന്ന് അഭിമാനിച്ച് എന്റേതെന്ന് സാക്ഷ്യം പിടിച്ച് പരസ്പരം ബദ്ധവൈരികളായി യുദ്ധം ചെയ്ത് ദേഹം ഉപേക്ഷിക്കാം. ഇങ്ങനെയുള്ള യാതൊരു ഭാവവും ഉള്ളിലില്ലാത്ത സന്യാസിമാർ ന്യസ്തദണ്ഡരായ സന്യാസിമാർ. കമ്പ ഉപേക്ഷിച്ചാൽ ആശ്രമങ്ങളെ ഉപേക്ഷിക്കണം. ആശ്രമത്തിന്റെ അടയാളമാണ് ഈ ദണ്ഡ്. ബ്രഹ്മചാരി, ഗാർഹസ്ഥ, രണ്ടാശ്രമത്തിൽ. വാനപ്രസ്ഥത്തിനും സന്യാസത്തിനും ഒക്കെ ദണ്ഡ് കൂടിയുണ്ടാകും. ഇത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നാലിനെയും ഉപേക്ഷിച്ചു വെക്കും. ആശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ചതായി ന്യസ്തദണ്ഡനായിട്ട് ഗതവൈരൻ ആയിട്ട് ഒരു വൈരവുമില്ലാത്തവനായിട്ട് അഭ്യാദിയിൽ എത്തിച്ചേരും. അവിടെ സന്യാസികള് മത്സരാദികളായ ഭാവമൊന്നും ഉള്ളിലില്ലാത്തത് കൊണ്ട് അവര് യാതൊരു പദവിയെ പ്രാപിക്കുന്നുവോ ആ സ്ഥാനം ഇവർക്ക് ലഭിക്കില്ല. കാരണം എന്താണ്? മനസ്സുകളാണ്. ദിഗ്ഗജങ്ങളൊക്കെ ജയിച്ചു പോന്നവരാണ്. എന്റെ എന്നുള്ള ഒരു ഉറപ്പുകൊണ്ട് പരസ്പരം ബദ്ധവൈരികളായിട്ട് യുദ്ധത്തിൽ വരെ പോയി കിടക്കേണ്ടവർ അവിടേക്ക് പോകുന്നു. ന്യസ്തദണ്ഡന്മാരായ യോഗാത്മാക്കൾ, വൈരമില്ലാത്തവരായിട്ടുള്ളവർ എത്തിച്ചേർന്ന ആ സ്ഥാനത്തിലേക്ക് നതു തദ്വ്രജതി, അവിടേക്ക് പ്രാപിക്കില്ല. മനസ്സിനോ നർജിത ദിഗ്ഗജേന്ദ്രോ ദിഗ്ഗജേന്ദ്ര മമേതി സർവേ വിബദ്ധവൈരാം മധേശയീതന്നതു തദ്വ്രജന്തി യന്യസ്തദണ്ഡോ ഗതവൈരോഭിയാദി. മനസ്സിനോ നർജിത ദിഗ്ഗജേന്ദ്ര മമേതി സർവേ വിബദ്ധവൈരാ. മുഖേശയീരന്നതു തദ്വ്രജന്തി യന്യസ്തദണ്ഡോ ഗതവൈരോഭിയാദി. പ്രസജ്ജതി ക്വാവിലതാ പുരാശ്രയസ്തദാശ്രയാഭ്യക്തപദദ്വിജസ്പൃഹ ക്വചിത് കദാചിത് കദാചിത് ഹരിചക്രതസ്ത്രഫൻ സഖ്യം വിധത്തെ. പ്രസജ്ജതി പ്രാപ്തനാവുന്നു, ഒരുങ്ങുന്നു. ക്വാപി ഒരിടത്തും ലതാഭുജാശ്രയ, ലത പോലെയുള്ള വള്ളി പോലെയുള്ള കയ്യുകൾ കൊണ്ട് ആശ്രയിച്ചവനായിട്ട് തദാശ്രയ, അവയെ ആശ്രയിച്ചിരിക്കുന്നവയും അവ്യക്തപദ ദ്വിജസ്പൃഹ, അവ്യക്തമായി ശബ്ദിക്കുന്ന അവ്യക്തമായ പദങ്ങൾ ഉള്ള വാക്കുകളുള്ള ദ്വിജസ്പൃഹ. ദ്വിജം പക്ഷിയ, രണ്ട് ജന്മം ഉള്ളത് കൊണ്ട് പക്ഷിക്കും ദ്വിജൻ വിളിക്കും. അങ്ങനെയുള്ള പക്ഷികൾ സ്പൃഹ, ആഗ്രഹം. അവ്യക്തപദ ദ്വിജസ്പൃഹ, അവ്യക്തമായി ശബ്ദമുണ്ടാക്കുന്ന പക്ഷികളിൽ താല്പര്യമുള്ളവനായിട്ട് ക്വചിത് കദാചിത് ഹരിചക്രവസൻ. ദ്വിജസ്പൃഹ പ്രസജ്ജതി ക്വചിത് കദാചിത് ഹരിചക്രതസ്ത്രഫൻ. ഹരിചക്രം എന്നുള്ളതിന് സിംഹക്കൂട്ടം എന്നർത്ഥം. ഇവിടെ ഹരിക്ക് സിംഹം എന്നർത്ഥം. ഹരിചക്രത, സിംഹസമൂഹത്തിൽ നിന്നും ത്രസൻ, ഭയപ്പെട്ടു. സഖ്യം വിധത്തെ, സഖ്യം ചെയ്യുന്നു. വ്യകത്തിനോട്, കങ്കൻ
ഗൃദ്ധം മുതലായ പക്ഷികളോട് ലകം, കങ്കം, ഗൃദ്ധം എന്നുള്ള 4 തരം പക്ഷിവിശേഷങ്ങളോട് ഭക്ഷ്യം വിധത്തെ കൂട്ടുകൾ. ക്വാപി ലതാഭുജാശ്രയ, ഈ സംസാരമാകുന്ന സമുദ്രത്തില് ആകുന്ന വനത്തിൽ ചിലപ്പോൾ ചില വള്ളികളെ ആശ്രയിക്കും. വള്ളികൾ പോലെ മൃദുരമായ കൈകളുള്ള സ്ത്രീകളെ ആശ്രയിക്കും. ക്വാപി ലതാഭുജാശ്രയ. എന്നിട്ട് അവരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾ പക്ഷികളെ പോലെ അവ്യക്തമായി സംസാരിക്കുന്നവരായി അവരോട് കടുത്ത ആസക്തി. തദാശ്രയ അവ്യക്തപദദ്വിജസ്പൃഹ. കാട്ടിൽ ഈ വള്ളികളെ ആശ്രയിച്ച് അവ്യക്തമായി ശബ്ദം ഉണ്ടാക്കുന്ന പക്ഷിക്കൂട്ടങ്ങളോട് ആഗ്രഹം. ഇത് സന്താന പരമ്പരകളാണ്. ഒരു സുന്ദരിയുമായി സ്നേഹിച്ചു, പ്രണയിച്ചു, വിവാഹം കഴിച്ചു, കാമ ലീലകളൊക്കെ കഴിഞ്ഞു, പുത്രനുണ്ടായി. അവ്യക്തമായി സംഭാഷണം ചെയ്യുന്ന ആ കുട്ടികളോട് പക്ഷികളെ പോലെ അവ്യക്തമായി സംസാരിച്ചു തുടങ്ങും. ആ കുട്ടികളുടെ ആസക്തി ഉണ്ടാകും. ക്വചിത് കഥാചിത് ഹരിചക്രതസ്തസൻ. കാട്ടിൽ സിംഹക്കൂട്ടത്താൽ ഭയപ്പെടും. നാട്ടിലാണെങ്കിൽ കാലചക്രത്തിന്റെ ഗതിവേഗം കൊണ്ട് ഭയം ഉണ്ടാകും. മരിച്ചു പോകുമല്ലോ എന്ന് ഭയം ഉണ്ടാകും. അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ചില പക്ഷികളുമായി കൂട്ടുകൂടും. ആ പക്ഷികള് വഞ്ചകന്മാരായ നിരീശ്വരവാദികളാണ്. അവരുടെ ഉപദേശം കേൾക്കാനായിട്ട് ആ സംഘത്തിൽ ചെന്ന് ചേരും. ഇങ്ങനെ വഴി നീളെ സഞ്ചരിച്ചു പോകാം. ഒരു ഗതിയും അവനുണ്ടാവില്ല. പ്രസജ്ജതിക്വാപിലതാഭുജാശ്രയാം തദാശ്രയ അവ്യക്തപദദ്വിജസ്പൃഹാം ക്വചിത് കഥാചിത് ഹരിചക്രതസ്ത്രസൻ സഖ്യം വിദത്തെ കങ്കഗൃത്രൈം. പ്രസജ്ജതിക്വാപിലതാഭുജാശ്രയാം തദാശ്രയ അവ്യക്തപദദ്വിജസ്പൃഹാം ക്വചിത് കഥാചിത് ഹരിചക്രതസ്ത്രസൻ സഖ്യം വിദത്തെ കങ്കഗൃത്രൈം. പ്രസജ്ജതിക്വാപിലതാഭുജാശ്രയപ്രദാശ്രയവ്യക്തപദദ്വിജസ്പൃഹാം ക്വചിത് കഥാചിത് ഹരിചക്രതസ്ത്രസൻ സഖ്യം വിധത്തെ കങ്കഗൃത്രൈം. തൈർവഞ്ചിതോ ഹംസകുലം സമാവിശൻ അരോചയൻ ശീലമുപേതി വാനരാൻ തജ്ജാതിരാഫേന സുനിർവൃതേന്ദ്രിയ പരസ്പരോദ്വീക്ഷണ വിസ്മയേന വിസ്മൃതാവധി. തൈഹി വഞ്ചിതോ, അവരാൽ വഞ്ചിക്കപ്പെടുമ്പോൾ, ഈ പക്ഷിക്കൂട്ടങ്ങളാകുന്ന വഞ്ചകന്മാരോട് കൂട്ടുകൂടി അവരാൽ വഞ്ചിക്കപ്പെട്ടാൽ അവിടെ രക്ഷ കിട്ടില്ല എന്ന് വന്നാൽ തൈർ വഞ്ചകവും വഞ്ചിതോ ഹംസകുലം സമാവിച്ചു. ആ പക്ഷികളുമായിട്ട് കൂട്ടുകൂടാൻ പറ്റാവുന്ന ഹംസപക്ഷികളുമായിട്ട് കൂട്ടുകൂടും. ഇവിടെ ഹംസപക്ഷികൾ സത്സ്വഭാവികളായ വേദമറിയുന്ന ബ്രഹ്മമറിയുന്ന ബ്രാഹ്മണരോടാണ് കൂട്ട്. ഹംസകുലവുമായി സമാവിശൻ കുറച്ചുനാൾ കൂടി തന്നെ. അരോചയൻ ശീലം, ആ ശീലം ഇഷ്ടപ്പെട്ടില്ല. ഹംസത്തിന്റെ കൂടെ കുറെ ദിവസം നടന്നപ്പോ ആ ഹംസത്തിന്റെ ശീലം എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. ബ്രാഹ്മണരുടെ കൂടെ വേദം ചൊല്ലുന്നതും യജ്ഞവും ഒക്കെ കേട്ട് നടന്നപ്പോ മടുപ്പായി, അതും പറ്റില്ല. അപ്പോഴോ ഉപൈതി വാനരൻ, അപ്പൊ വാനരന്മാരൊക്കെ എന്നാ ഇനി അവരുടെ കൂടെ ആവട്ടെ. അങ്ങനെ കുരങ്ങന്മാരെ പ്രാപിക്കും. അത് നരനാണോ എന്ന് സംശയിക്കത്തക്ക ആൾക്കാരാണ്. പകുതിയെ മനുഷ്യരെ കാണൂ, ബാക്കി മൃഗവാസനയുള്ളവരാണ്. അങ്ങനെ അവരുമായിട്ട് കൂടിച്ചേർന്ന് തജ്ജാതി രാസേന, ആ ജാതികളോടുള്ള രസം കൊണ്ട്
നിർവൃതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെയൊക്കെ അങ്ങനെ നന്നായിട്ട് സന്തോഷിക്കും. ഇവരെ കണ്ടിരിക്കുക, അവരുടെ കളി കാണുക, അവരിണചേരുന്ന കാണുക, അതിലിങ്ങനെ രസിച്ചു നോക്കിയിരിക്കുക എന്നിങ്ങനെ നിർവൃതേന്ദ്രിയ പരസ്പര ഉദ്വീക്ഷണ വിസ്മൃതാവധി. അന്യോന്യം നോക്കി 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 ഇന്ന് കാലാവധി കഴിഞ്ഞു, ഒന്നറിയില്ല. മരിച്ചുപോകും എന്നൊരു വിചാരം പോലും ഉണ്ടാവില്ല. കാലാവധി വേഗം കഴിച്ചു കൂട്ടും, വിഷയത്തിൽ മുങ്ങി മുങ്ങി മുങ്ങിയിരുന്ന ഒന്നിൽ നിന്ന് മറ്റൊന്ന് അയിന്ന് വേർന്ന് ഒന്നിനും സ്ഥിരമായി നിൽക്കാൻ പറ്റില്ല. ഹേ, അവരോട് പറ്റില്ല, ഇവരോട് പറ്റില്ല, മറ്റവരോട് പറ്റില്ല എന്നിങ്ങനെ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ മനുഷ്യ ജീവിതത്തിന്റെ ഒരു നഗ്നചിത്രം അന്ന് വരച്ചു കാണിച്ചതാണ്. തൈർവഞ്ചിതോ ഹംസകുലം സമാവിശൻ അരോചേൻ ശീലമുപേതി വാനരൻ തജ്ജാതിനാഫേന പുനർവൃതേന്ദ്രിയ പരസ്പരോദ്വീക്ഷണ വിസ്മൃതാവധി. തൈർവഞ്ചിതോ ഹംസകുലം സമാവിശൻ അരോചേൻ ശീലമുപേതി വാനരൻ തജ്ജാതിനാഫേന പുനർവൃതേന്ദ്രിയ പരസ്പരോദ്വീക്ഷണ വിസ്മൃതാവധി. സുമേഷുരംസ്യൻ സുതദാരവത്സലോ വ്യവായദീനോ വിവശസ്വബന്ധനേ ക്വചിത് പ്രമാദാത് ഗിരികന്ധരേ പതൻ വർത്തിം ഗൃഹീത്വാ ഗജഭീത ആസ്ഥിതഃ. ദ്രുമേഷു രംസ്യൻ, വൃക്ഷങ്ങളിൽ രമിക്കുന്നവരാൽ. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ താമസം ഉറപ്പിക്കുന്നവരാകും. ദ്രുമേഷ രംസ്യൻ, അങ്ങനെ രമിച്ചാലും സുതദാര വത്സല, പുത്രന്മാരോടും ഭാര്യയോടും വാത്സല്യമുള്ളവരായിട്ട് ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലാണെങ്കിൽ പോലും സംഭോഗലീലകൾ കഴിച്ചുകൊണ്ട് വ്യവായദീനോ വിവശസ്വബന്ധനെ, വ്യവായദീനൻ സ്ത്രീ വിഷയത്തിൽ ദുഃഖിതനാകും. വ്യവായം സ്ത്രീ വിഷയം, ദീനൻ ദുഃഖിതൻ ആയിട്ട് സ്വബന്ധനയെ വിവശ, അങ്ങനെ താൻ ആ സ്ത്രീയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധനം കൊണ്ട് വിവശനാകും, അവശനാകും. ക്വചിത് പ്രമാദാ, ചിലപ്പോൾ പ്രമാദം കൊണ്ട്, തെറ്റുകൊണ്ട്, ഗിരികന്ധരേ പതൻ, പർവ്വത ഗുഹയിൽ വീണിട്ട് വല്യം ഗൃഹീത്വാ ഗജഭീത ആസ്ഥിത, അവിടെ ആനയിൽ നിന്ന് ഭയപ്പെട്ട് ഏതെങ്കിലും വള്ളിക്കുള്ളുകളെ ആശ്രയിച്ച് ജീവിക്കുന്നു. മരങ്ങളുടെ ചുവട്ടിൽ ഭൗതിക ലോക ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അപ്പോൾ വന്നു ചേർന്ന ബന്ധനത്തിന് വിട്ടുപോകാൻ കഴിയാതെ പരവശനായിട്ട് ഭവിക്കും. ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട് വല്ല പർവ്വത ഗുഹയിലും ചെന്ന് ചാടുകയും അപ്പൊ കാട്ടാനകൾ ഒടുവരും. അവയിൽ നിന്ന് ഭയപ്പെട്ട് രക്ഷയ്ക്ക് വേണ്ടി വള്ളക്കുള്ളിൽ ചെന്ന് ആശ്രയിക്കും. മരച്ചുവട്ടിലിരിക്കുന്നത് പോലെയാണ് ഐഹിക സുഖങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വീട്ടിൽ വസിക്കുന്നത് മാത്രം വ്യത്യാസം. അപ്പൊ അവിടെ ഭാര്യയും പുത്രന്മാരൊക്കെ വീട്ടിലാണ്. അവര് എന്റേതാണെന്ന് അഭിമാനിച്ച് കഷ്ടത്തിലാണ്. ബുദ്ധിപൂർവ്വം വേണ്ട പോലെ ഈ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ രോഗാദികളുണ്ട്. അതിലകപ്പെട്ടാൽ ആനയെപ്പോലെ ബലവാനായ മൃത്യുവിൽ നിന്നും ഭയപ്പെട്ടു. അപ്പോൾ പ്രാരബ്ധകർമ്മമാകുന്ന വള്ളിപ്പടർപ്പുകളെ ആശ്രയിച്ച് ജീവിക്കുക. ഇതാണ് മനുഷ്യജീവിതത്തിന്റെ ഗതി എന്ന് ഒരു നഗ്നചിത്രം വരച്ചു കാണിച്ചാണ്. ദ്രുമേഷു രംസിൻ സുതദാരവത്സലോ വ്യവായദീനോ വിവശസ്വബന്ധനേ ക്വചിത് പ്രമാദാത്ഗിരികന്ധരേ പതൻ വല്യം ഗൃഹീത്വാ ഗജഭീത ആസ്ഥിത. ദ്രുമേഷു രംസിൻ സുതദാരവത്സലോ വ്യവായദീനോ വിവശസ്വബന്ധനേ
क्वचित् प्रमादात् गिरिकन्दरे पतन्वल्लीं गृहीत्वा गजपीड आस्थितम् अतः कथञ्चित् स्वविमुक्त आपदः पुनश्च फार्थं प्रविशत्यरिन्दम अत्वन्यमुष्मिन्नजया निवेशितो समञ्जनो विनवेन कश्चन अतः പിന്നീട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥഞ്ചിത് വിമുക്ത ആപദ അതഹ ആപദ കഥഞ്ചിത് വിമുക്ത ഇങ്ങനെയുള്ള ആപത്തുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വിമുക്തനായാൽ പുനശ്ചഫാർത്ഥം പ്രവിശത്യതിന്തമാം വീണ്ടും അതിലേക്ക് പ്രവേശിച്ചു. ഒരു വിധത്തിൽ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച ശേഷം ആപത്തിൽ മുക്തനായാൽ പിന്നെയും ആ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിച്ച് ഈ വക ദുഃഖങ്ങൾ അടിക്കടി പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. പുനശ്ചഫാർത്ഥം പ്രവിശതി അരിന്തമ പ്രബോധനയാണ്. ശത്രുക്കളെ അടക്കുന്നവനായ ഹേ രാജാവേ, അധ്വന്യമുഷ്മിൻ നജയാ നിവേശിതോ, ഈ വഴി അധ്വനി അമുഷ്മിൻ, അമുഷ്മിൻ അധ്വനി, ഈ വഴി അജയാ നിവേശിതോ, ഈ വഴിയിലെ അജയായ മായയാൽ ഇവിടെ പ്രവേശിക്കപ്പെടും. മനുഷ്യ ജീവിതം ഇവിടെ ലഭിക്കുന്നത് മായയുടെ ഒരു കടുത്ത പ്രയോഗം കൊണ്ടാണ്. അധ്വന്യമുഷ്മിന്നജയാ നിവേശിതോ ഭ്രമഞ്ജനോ, അവിടെ കറങ്ങി നടക്കുന്ന ജനങ്ങൾ അദ്യാപി ഇന്നും നവേദ കശ്ചന, ഒരാൾ പോലും ഭഗവാനെ അറിയില്ല, നവേദ അറിയില്ല. കശ്ചന ജനോ, ഒരു ജനം പോലും വേണ്ട വിധത്തിലുള്ള അറിവ് നേടി ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയില്ല. ഇവിടെ തന്നെ കറങ്ങിത്തേഞ്ഞ് ഇവിടെ തന്നെ വന്ന് ഇതിൽ നിന്ന് മുക്തി നേടാനാവാതെ വിഷമിക്കാം. അത കഥശ്ചിത് വിമുക്ത ആപദ പുനശ്ചഫാർത്ഥം പ്രവിശത്യരിന്തമാം അധ്വന്യമുഷ്മിൻ നജയാ നിവേശിതോ ഭ്രമഞ്ജനോദ്യാപിനവേന കശ്ചന അത കഥഞ്ചിത് വിമുക്ത ആപദ പുനശ്ചഫാർത്ഥം പ്രവിശത്യരിന്തമാം അധ്വന്യമുഷ്മിൻ നജയാ നിവേശിതോ ഭ്രമഞ്ജനോദ്യാപിനവേന കശ്ചന അത കഥഞ്ചിത് വിമുക്ത ആപദ പുനശ്ചഫാർത്ഥം പ്രവിശത്യരിന്തമാം അധ്വന്യമുഷ്മിൻ നജയാ നിവേശിതോ ബഹുഗണ അധ്വനോഫ്യാം ഫന്യസ്തദണ്ഡകൃതഭൂതമൈത്ര അഫജ്ജിതാത്മാ ഹരിഫേവയാശിതം ജ്ഞാനാഫ്യമാദായ പരാതിപാരം. ഹേ രഘുഗണ, സ്വാമി താങ്കളും ഹേ ആകട്ടെ അധ്വനോ അഫ്യ, ഈ വഴിയുടെ നിന്നും ഫന്യസ്തദണ്ഡ, ഫന്യസ്തദണ്ഡനായിട്ട് ദണ്ഡങ്ങളൊക്കെ ഉപേക്ഷിച്ചവനായി തീർന്നിട്ട് കൃതഭൂതമൈത്ര, ഭൂതങ്ങളോട് മിത്രഭാവത്തെ സ്വീകരിച്ച് അഫജ്ജിതാത്മാ, ആസക്തിയില്ലാത്ത മനസ്സോടുകൂടി ഹരിസേവയാ, ഹരിസേവ കൊണ്ട് ശിതം ജ്ഞാനാഫ്യം ആദായ, മൂർച്ചയേറിയ വാളെടുത്തിട്ട്, ശിതം മൂർച്ചയുള്ള ജ്ഞാനാഫി, ജ്ഞാനമാകുന്ന വാള് ആദായ സ്വീകരിച്ചിട്ട് തരാതിപാരം, അക്കരെ കടക്കുക തന്നെ ചെയ്യണം. ഹേ രഘുഗണ, ഇവിടെ തന്നെ വീണ്ടും വീണ്ടും കരകി തിരിഞ്ഞ് ആപത്തിലകപ്പെടാതെ അക്കരെ കിടക്കാൻ താങ്കളെങ്കിലും ശ്രമിക്കണം. ഇപ്പോഴും അങ്ങ് ഈ പ്രവൃത്തി മാർഗത്തിൽ കഷ്ടപ്പെടുകയാണ്. ആത്മാന്വേഷണം ചെയ്യുന്നുണ്ട്, പക്ഷെ കഴിയുന്ന മുഴുവൻ പ്രവൃത്തി മാർഗത്തിൽ. ഇനിയും വേണ്ടത് ഒരു ഭൂതജാലങ്ങളെയും ദ്രോഹിക്കാതെ എല്ലാവരുമായി സൗഹൃദഭാവം തരണം. വൃക്ഷങ്ങളോടും ലതകളോടും പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ സൗഹൃദഭാവം കൂടിക്കൊണ്ട് മനസ്സിനെ ഒരു വിഷയത്തിലും പ്രവേശിപ്പിക്കാതെ ഹരിയെ തന്നെ സേവിക്കണം. അങ്ങനെ കിട്ടുന്ന ആത്മജ്ഞാനമാകുന്ന വാളിന്റെ സഹായം കൊണ്ട് ഈ പ്രവൃത്തി മാർഗത്തിന്റെ ദോഷങ്ങളെയൊക്കെ അറുത്ത് കളഞ്ഞിട്ട് മറുകരയെത്തും.
ഭഗവാനെ സേവിച്ചാൽ മാത്രമേ മായാബാധ കൂടാതെ അക്കരെ എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ പ്രവേശിപ്പിക്കാതെ അതിനെ ശാന്തി നേടിക്കൊണ്ട് അങ്ങേക്ക് ആത്മപ്രസാദം ഉണ്ടാകും എന്നുറപ്പിച്ചിട്ട് ഹരിഭജനം ചെയ്യുന്നവരെ മായ ഉപദ്രവിക്കില്ല, ഉറപ്പ് നിവൃത്തി കിട്ടുതന്നെ. യഹൂഗണത്വംബിഹ്യധനോസ്യ ഫന്യസ്തദന്തകൃതഭൂതമൈത്രാം അസജ്ജിതാത്മാ ഹരിസേവയാശിതം ജ്ഞാനാഫ്യമാദായതരാധിപ. യഹൂഗണത്വംബിഹ്യധനോസ്യ ഫന്യസ്തദന്തകൃതഭൂതമൈത്രാം അസജ്ജിതാത്മാ ഹരിസേവയാശിതം ജ്ഞാനാഫ്യമാദായതരാധിപാരം. യഹൂഗണത്വംബിഹ്യധനോസ്യ ഫന്യസ്തദന്തകൃതഭൂതമൈത്രാം അസജ്ജിതാത്മാ ഹരിസേവയാശിതം ജ്ഞാനാഫ്യമാദായതരാധിപാരം. രാജോവാൻ ഇത്രയും പറഞ്ഞപ്പോൾ വസം വെച്ചിട്ടുണ്ട്. രഘുഗണൻ ഇനിയാണ് മറുപടി പറയുന്നത്. മുഴുവൻ കേട്ടു. അഹോ ജന്മാഖിലജന്മശോഭനം കിം ജന്മഭിസ്ത്വപരൈരപ്യമുഷ്മിൻ യദൃശീകേശേശകൃതജ്ഞനാം മഹാത്മനം വപൃഥുരസമാഗമാൻ. അഹോ ആശ്ചര്യം തന്നെ. നിർജന്മ അഖില ജന്മ ശോഭനം. മനുഷ്യജന്മ എല്ലാ ജന്മത്തെക്കാളും ശോഭനമാണ്, ഉത്കൃഷ്ടമാണ്. നിർജന്മ മനുഷ്യജന്മം, അഖില ജന്മ ശോഭനം മറ്റുള്ള ഏത് ജന്മത്തെക്കാൾ ശോഭനം. കിം ജന്മ, എന്തിന് ജനനങ്ങൾ? ധാരാളം ജനിച്ചിട്ട് എന്താണ് കാര്യം? ജന്മങ്ങൾ കൊണ്ട് എന്താണ് ഫലം? കിം ജന്മഭിഹി തു അപരേഹി അപി, മറ്റുള്ള ജന്മങ്ങളെ കൊണ്ട് എന്തു ഫലം? ജന്മഭിസ്ത്വപരൈഹി, ജന്മഭിഹി തു അപരേഹി അപി അമുഷ്മി. ഈ ലോകത്ത് എത്രയെത്ര ജന്മങ്ങൾ മാറി മാറി കിട്ടിയിട്ട് എന്താ കഥ? ദരിദ്രനായിട്ട് ജനിക്കുന്ന ഒരാൾക്ക് തോന്നും, ഈശ്വര ഞാൻ അടുത്ത ജന്മം സമ്പന്നനായിട്ട് ജനിച്ചാൽ നന്നായി. വിരൂപനായ ഒരാൾ ആഗ്രഹിക്കും അടുത്ത ജന്മം ഞാൻ സുന്ദരനായിട്ട് ജനിച്ചാൽ നന്നായി. ഇതിങ്ങനെ മാറി മാറി ഏതൊക്കെ ജന്മം എടുത്താൽ എന്താ ഫലം? കിം ജന്മഭിസ്ത്വപരേരപ്യപുഷ്മിൻ നയദൃശീകേശേശകൃതജ്ഞനാം. ഭഗവാന്റെ യശസ് കൊണ്ട് ആത്മാവ് ശുദ്ധമാക്കിയില്ലെങ്കിൽ യത് ഋഷീകേശ യശകൃതജ്ഞനാം, ഋഷീകേശനായ ഭഗവാന്റെ യശസ് കൊണ്ട് ആത്മാവിനെ ചെയ്തവർ, ആത്മാവിനെ ശുദ്ധമാക്കിയവർ, അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് പ്രചുരസമാകണം. അങ്ങനെയുള്ള മഹാത്മാക്കളോടുകൂടി പ്രചുരമായ അധികമായ സംസർഗം ഭവിക്കില്ല. എല്ലാ ജന്മങ്ങളിലും വെച്ച് മനുഷ്യജന്മം ശോഭനമാണ്. മറ്റേത് ജന്മം ലഭിക്കുന്ന കൊണ്ടും പ്രയോജനമില്ല. അവിടെയെങ്ങും ശ്രീഹരിയുടെ സേവ കൊണ്ട് അന്ധക്കരണം ശുദ്ധമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ളവരുടെ സംസർഗം അവിടോട്ട് കിട്ടത്തില്ല. സ്വർഗലോകത്ത് പോയി ദേവന്മാരായിട്ട് ജനിച്ചാലും ഫലമില്ല. അവിടെ ഹരിഭജനത്തിന് അവസരമില്ല, യജ്ഞത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങളെപ്പോലെ ശുദ്ധാന്തക്കരണന്മാരായ ഭരതനെ പോലെ പരിശുദ്ധമായ അന്ധക്കരണത്തോടു കൂടിയ ഒരാളെ അവിടെ ഭൂമിയിലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മനുഷ്യജന്മമാണ് ശോഭനം. മറ്റേത് ജന്മത്തിലും ഇതൊന്നും ലഭിക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ്. അഹോ ജന്മാഖില ശോഭനം അഖില ജന്മശോഭനം കിം ജന്മഭിസ്ത്വപരേരപ്യമുഷ്മിൻ
നയദൃശീകേശേഷകൃതാത്മനാം മഹാത്മനം വപ്രചുരസമാഗമാം അഹോ നൃജന്മാഖിലജന്മശോഭനം കിം ജന്മഭിസ്ത്വപരീരപ്യമുഷ്മിൻ യദൃശീകേശേഷകൃതാത്മനാം മഹാത്മനം വപ്രചുരസമാഗമാം അഹോ നൃജന്മാഖിലജന്മശോഭനം കിം ജന്മഭിസ്ത്വപരീരപ്യമുഷ്മിൻ നയദൃശീകേശേഷകൃതാത്മനാം മഹാത്മനം വപ്രചുരസമാഗമാം അഹോ നൃജന്മാഖിലജന്മശോഭനം കിം ജന്മഭിസ്ത്വപരീരപ്യമുഷ്മിൻ നയദൃശീകേശേഷകൃതാത്മനാം മഹാത്മനം വപ്രചുരസമാഗമാം അഹ്യദ്ഭുതം ത്വച്ചരണാബ്ജരേണുഭ അതാംഹഫോ ഭക്തിരക്ഷജേമല മൗഹൂത്തികാദ്യസ്യ സമാഗമാച്ചമേ ദുസ്തർക്കമൂലോപഹതോ വിവേകാം. നഹി അദ്ഭുതം, ഇതൊരു അത്ഭുതമൊന്നുമില്ല. ത്വച്ചരണാബ്ജരേണുഭിഹി, താങ്കളുടെ ചരണാബ്ജത്തിന്റെ പൊടികളെ കൊണ്ട് ഹത അംഹഫ, പാപം നശിച്ചവനായി. അംഹഫ് പാപം, ഹതാംഹഫ് പാപം നശിച്ചവനായിട്ട് അധോക്ഷജേ അമലാഭക്തി, അധോക്ഷിതനായ ഭഗവാനിൽ നിർമ്മലമായ ഭക്തി ഉണ്ടായി. ഭഗവാനിൽ നിർമ്മലമായ ഭക്തി ഉണ്ടാകണമെങ്കിൽ പാപങ്ങളൊക്കെ നശിക്കണം, അന്ധകരണത്തിൽ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം അങ്ങേപ്പോലുള്ള ഭഞ്ജനങ്ങളുടെ സേവ കൊണ്ട് എന്റെ അന്ധകരണത്തിലെ പാപങ്ങളൊക്കെ നശിച്ച് ഞാൻ ശുദ്ധനായി. ഇനിയും എനിക്ക് എന്തുണ്ടാകും? അധോക്ഷജൻ ഭക്തി. മൗഹൂർത്തികാദ്യസ്യ സമാഗമാച്ചമേ, ഒരു മുഹൂർത്തമേ നിങ്ങളുടെ സമാഗമം എനിക്ക് കിട്ടുള്ളൂ. മൗഹൂർത്തിക അത് രഘുഗണ സംവാദം അർത്ഥം നേരത്തൊക്കെ ഉണ്ടായിരുന്നു. യസ്യ സമാഗമാച്ചമേ ദുസ്തർക്കമൂലോ, ദുസ്തർക്കത്തിന് കാരണമായിരിക്കുന്ന അവിവേക അപഹത, അവിവേകം ഇല്ലാത്തവർ. ദുസ്തർക്കമൂലോപഹതോ വിവേക, ദുസ്തർഗമൂലോ അപഹതോ അവിവേക. അവിടെ വിവേകം എന്നും അവര് എന്താണ് മൂലോ ഉപഹത എന്നും പറയരുത്, അർത്ഥം തീരമാണ്. ദുസ്തർക്കമൂലോ അപഹതോ അവിവേക, അവിവേക അപഹത, അവിവേകം നഷ്ടമായി. അവിവേകം എങ്ങനെയുള്ളതാണ്? ദുസ്തർക്കത്തിന് കാരണമാണ്. വേണ്ടാത്തത് പറഞ്ഞിരിക്കുന്നതിന് കാരണം അവിവേകം. നിങ്ങളോടുള്ള ഒരു മുഹൂർത്ത സമാഗമം കൊണ്ട് എന്റെ ദുസ്തർഗം മൂലമായ അവിവേകം ഇപ്പോൾ നശിച്ചു. അത്യത്ഭുതം ത്വച്ചരണം ജരേണുഭൻ ഹതാംഹഫോ ഭക്തിരഥോക്ഷജേമല മൗഹൂർത്തികാദ്യസ്യ സമാഗമാച്ചമേ ദുസ്തർക്കമൂലോപഹതോ വിവേകാം നഹ്യത്ഭുതം ത്വച്ചരണാബ്ജരേണുഭൻ ഹതാംഹഫോ ഭക്തിരഥോക്ഷജേമല മൗഹൂർത്തികാദ്യസ്യ സമാഗമാച്ചമേ ദുസ്തർഗമൂലോപഹതോ വിവേകാം. നമോ മഹദ്ഭ്യോസ്തു നമ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യാം ഏ ബ്രാഹ്മണാം ഗാം അവധൂതലിംഗാഃ ചരന്തി ശിവമസ്തുരാജ്ഞം. ഇങ്ങനെയുള്ള മഹാത്മാക്കള് ഏതൊക്കെ രൂപത്തിൽ സഞ്ചരിക്കുന്നു എന്ന് ആർക്കറിയാം? ഒന്നുകിൽ മഹത്തുക്കളായിട്ട്, അല്ലെങ്കിൽ ശിശുക്കളായിട്ട്, അല്ലെങ്കിൽ യുവാക്കളായിട്ട്, അല്ലെങ്കിൽ വൃദ്ധന്മാരായിട്ട്, അല്ലെങ്കിൽ ബ്രാഹ്മണരായിട്ട്, അല്ലെങ്കിൽ അവധൂതനായിട്ട് ഒക്കെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. എങ്ങനെ തിരിച്ചറിയവരെ? അതുകൊണ്ട് ഞാനിപ്പോൾ ഇവരെ എല്ലാം നമസ്കരിക്കാൻ പോകും. നമോ മഹദ്ഭ്യോസ്തു, എല്ലാ മഹാന്മാർക്കും നമസ്കാരം. നമ ശിശുഭ്യോ, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഏത് കുട്ടിയാണ് ഈ ഭാവത്തോട് നിൽക്കുന്ന അറിയാൻ പറ്റില്ല. നമോ യുവഭ്യോ, എല്ലാ യുവാക്കന്മാർക്കും നമസ്കാരം. നമ ആവടുഭ്യാം, ബ്രഹ്മചാരി വരെയുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ ബ്രാഹ്മണാഹ, യാതൊരു ബ്രാഹ്മണരാണോ ഗാം അവധൂതലിംഗാശ്ചരന്തി, ഭൂമിയിൽ
അവധൂതന്റെ അടയാളത്തോടെ സഞ്ചരിക്കുന്നത് അങ്ങേപ്പോലെ. അങ്ങിപ്പോൾ ഈ ഭൂമിയിൽ അവധൂതന്റെ അടയാളത്തോടെ ബ്രാഹ്മണ വേഷം ധരിച്ച് നടക്കല്ലേ. ഏ ബ്രാഹ്മണാഗാം ഗാം ച ഭൂമിയിൽ അവധൂതലിംഗാഹം അവധൂതന്റെ അടയാളത്തോടെ ചരന്തി സഞ്ചരിക്കുന്നു. തേഭ്യ അവർക്കെല്ലാമായിക്കൊണ്ട് ശിവം അസ്തുരാജ്ഞാം അവർക്കെല്ലാമായിക്കൊണ്ട് നമസ്കാരം, എല്ലാ രാജാക്കന്മാർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് രഘുഗണൻ അല്പസമയം കൊണ്ട് എത്രമാത്രം മാനസികമായ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് സത്സംഗം കൊണ്ടുള്ളത്. സജ്ജനങ്ങളുമായുള്ള ചേർച്ച കൊണ്ട് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് മനഃപരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് ഉറപ്പാണ്. ഈ രഘുഗണന് ആദ്യം കണ്ട് രഘുഗണനല്ല, ഇപ്പോൾ എന്താണ് നീളക്കുറവാണോ, എന്തുകൊണ്ടാണ് ചുമലിൽ നിൽക്കുന്നില്ലേ, അതോ അലസത കൊണ്ടാണോ, മടി കൊണ്ടാണോ, ഭാരം വഹിക്കാത്തതാണോ, എന്തൊക്കെ പറഞ്ഞ് കളിയാക്കി. ഇപ്പോഴാണ് അറിയുന്നത് ഈ കറുത്ത കൂടിൻ്റെ അകത്തിരിക്കുന്നത് ഒരു വലിയ സത്വഗുണത്തിന്റെ ഉടമസ്ഥനാണെന്ന് പിന്നിലാണ് മനസ്സിലായി. നമോ മഹത്യോസ്തു നമ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യാം ഏ ബ്രാഹ്മണാഗാമവധൂതലിംഗാചരന്തിരേഭ്യശിവമക്തുരജ്ഞാം നമോ മഹത്യോസ്തു നമ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യാം ഏ അവധൂതലിംഗാചരന്തിരേഭ്യ ശിവമസ്തുരാജ്ഞാം. ഇങ്ങനെ ഇവരുടെ സംഭാഷണം കഴിഞ്ഞപ്പോൾ ശ്രീശുകൻ ഇടപെട്ട് ആ അധ്യായത്തെ ഉപസംഹരിക്കില്ല. ഇത്യേവമുത്തരാമാതർഷിഫുത സിന്ധുപതയ ആത്മഫതത്വം വിഗണയതഃ പരാനുഭാവ പരമകാരുണികതയാ ഉപദിശ്യ രഘുഗണേന സകരുണം അഭിവന്ദിതചരണ ആപൂർണാത്മവൈവ നിഭൃതകരണ ഊർമ്യാശയോ ധരണിമിമാം വിചാര. ഇത് ഏവം ഇങ്ങനെ ഉത്തരാമാത ഉത്തര മാതാവായിരിക്കുന്നവനായി ഹേ പരീക്ഷിതേ. ഉത്തരാമാത ഫവൈ അവനാകട്ടെ ബ്രഹ്മർഷിഫുത ആ ബ്രഹ്മർഷിഫുതനായ ഭരതനാകട്ടെ സിന്ധുപതേഹ സിന്ധുപതിക്കായിക്കൊണ്ട് ആത്മഫതത്വം ആത്മാവിന്റെ തത്വത്തോടു കൂടി തന്നെ വിഗണയത പരാനുഭാവ ആത്മാവിന്റെ സ്വരൂപത്തെ പരമകാരുണികനായി ഉപദേശിച്ചിട്ട് പരമകാരുണികതയാ ഉപദിശ്യ രഘുഗണേന ഫകരുണം അഭിവന്ദിത ചരണ രഘുഗണനാൽ കാരുണ്യത്തോടെ പാദനമസ്കാരം ചെയ്തിട്ട് ആപൂർണാർണവൈവാം ആപൂർണമായ അർണവം എന്ന പോലെ നിറഞ്ഞിരിക്കുന്ന സമുദ്രം പോലെ നിഭൃത കരണ ഊർമ്യാശയോ അനക്കമില്ലാത്ത നിഭൃതമായ കരണങ്ങൾ ഇന്ദ്രിയങ്ങളാകുന്ന ഇന്ദ്രിയവൃത്തികളോടും അന്ധകരണത്തോടും കൂടിയവനായിട്ട് നിഭൃതകരണ ഊർമി ആശയ ഊർമികൾ തിരമാലകളാണ്. അതെല്ലാം അടങ്ങി അന്ധകരണത്തിൽ അടങ്ങിയിട്ട് ധരണി ഇമാം വിചാര ഈ ധരണിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. പരീക്ഷത്തിന് സംബോധന ചെയ്തുകൊണ്ട് തുടങ്ങി. ആദ്യം ഒക്കെ തന്നെ അവമാനിച്ചെങ്കിലും അത് ഗണിക്കാതെ മഹാനുഭാവനായ അങ്ങ് സിന്ധുരാജാവായ രഘുഗണന് വേണ്ടി ആത്മാവിന്റെ പരമതത്വം ഉപദേശിച്ചു. അതിന് കാരുണ്യമുള്ളവനായി തീർന്നു. ആ ഉപദേശം കേട്ട രഘുഗണനാകട്ടെ ആ മഹാത്മാവിനെ അവമാനിച്ചതോർത്ത് കാരുണ്യം ദൈന്യം പ്രകാശിപ്പിച്ചുകൊണ്ട് പാദങ്ങൾ വീണ് നമസ്കരിച്ച്
ഗംഭീരമായ സമുദ്രം പോലെ ഇന്ദ്രിയവൃത്തികളൊക്കെ അടക്കി നിർത്തി ഇളക്കമില്ലാത്ത പരിപൂർണ സ്വരൂപനായ ആ മഹാൻ ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചു. ഇത്യവമുത്തരാമാതവൈ ബ്രഹ്മക്ഷിഫത സിന്ധുപതേ ആത്മസതത്വം വിഗണയതഃ പരാനുഭാവ പരമകാരുണികതയാ ഉപദിശ്യ രഘൂഗണേന സകരുണം അഭിവന്ദിതചരണ ആപൂർണാത്മവൈവ നിഭൃതകർണോ ന്യാശയോ ധരണിമാം വിചചാരാം ഇത്യവമുത്തരാമാതവൈ ബ്രഹ്മക്ഷിഫതാം സിന്ധുപതയാം ആത്മസതത്വം വിഗണയതഃ പരാനുഭാവ പരമ കാരുണികതയാ ഉപദിശ്യ രഘൂഗണേന സകരുണം അഭിവന്ദിതചരണ ആപൂർണാത്മവൈവ നിഭൃതകർണോർന്യാശയോ ധരണിമാം വിചചാരാം കൗവീരപതിരവി സുജന സമവഗത പരമാത്മപദത്വ ആത്മന്യവിദ്യ അധ്യാരോപിതാം ച ദേഹാത്മമതിം വിസർജാം ഏവം ഹിനപ ഭഗവത ആശ്രിതാനുഭാവാം. കൗവീരപതിരവി, കൗവീരങ്ങളുടെ അധിപതിയായ രഘുവണനും സുജന സമവഗത പരമാത്മപദത്വ, സുജനങ്ങളിൽ നിന്നും സമപഗതമായ സ്വീകരിച്ച പരമാത്മതത്വത്തോടു കൂടിയവനായിട്ട് ആത്മനി തന്റെ ഉള്ളിൽ അവിദ്യ അധ്യാരോപിതം ച ദേഹാത്മമതി വിസർജ, അവിദ്യ കൊണ്ട് ആരോപിക്കപ്പെട്ട ദേഹം ആണ് ആത്മാവെന്നുള്ള മതിയെ, ദേഹാത്മമതിയെ വിസർജ ഉപേക്ഷിച്ചു. ഏവം അതേ രാജാവ് ഇങ്ങനെയാണ് ആശ്രിതാനുഭാവ. ഭഗവാനെ ആശ്രയിക്കുന്ന ഒരാളെ ആശ്രയിച്ചാൽ ഇതാണ്. ഇവിടെ ഭരതൻ ഭഗവാനെ ആശ്രയിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭരതനെ ആശ്രയിച്ചത് കൊണ്ട് ഭഗവാന്റെ ആശ്രിതന്മാരെ ആശ്രയിക്കുന്നവരുടെ മഹത്വം ഇങ്ങനെയാണെന്ന് ഏറ്റവും പ്രസിദ്ധമാണ് മനസ്സിലാക്കുന്നത്. സൗവീരപതിരവേയും സുജന സമവഗത പരമാത്മപദത്വ ആത്മന്യവിദ്യ അധ്യാരോപിതാം ച ദേഹാത്മമതിം വിസർജ ഏവം ഹിനപ ഭഗവതാശ്രിതാനുഭാവാം. സൗവീരപതിരവേ സുജന സമവഗത പരമാത്മപദത്വ ആത്മന്യവിദ്യ അധ്യാരോപിതാം ച ദേഹാത്മമതിം വിസർജ ഏവം ഹിനപ ഭഗവതാശ്രിതാനുഭാവാം. രാജോവാച, രഘുഗണൻ പറഞ്ഞു, യോ ഹവാ ഇഹ ബഹുവിധ ആ ഭാഗവത ത്വയാഭിഹിത പരോക്ഷേണ വചസാം ജീവലോകഭവാത്വാ സഹ്യാര്യമനീഷയാം കൽപ്പിത വിഷയോ നാഞ്ജസഭ്യുത്പന്നലോക സമധിഗമ അഥ തദേവേതദ് ദുരപഗമം സമവേദാനുകൽപ്പേന നിർദ്ദിശ്യതാം ഇതി. യോ ഹവായിക, ആരാണോ ഇവിടെ ബഹുവിധ ധാരാളം അറിയുന്നത്, സർവജ്ഞ മഹാഭാഗവത, ഹേ മഹാഭാഗവത, ആരാണോ ഇവിടെ എല്ലാം അറിയുന്നവനാൽ സർവജ്ഞനായ അങ്ങ് ഇപ്പോൾ ത്വയ അഭിഹിത, അങ്ങയാൽ പറയപ്പെട്ട പരോക്ഷീണ വചസ, പ്രത്യക്ഷമല്ലാത്ത പരോക്ഷമായ വാക്കുകൊണ്ട്, നേരിട്ട് പറഞ്ഞെന്നില്ല, ഉദാഹരണങ്ങൾ കൂടിയാണ് പറഞ്ഞത്, അത് പരോക്ഷം. ജീവലോക സ്വഭാവ അത്വാ, സംസാര ലോകത്തിലെ ജീവലോകത്തിന്റെ സ്വഭാവത്തിന്റെ വഴിയെ പഹി ആദ്യമനീഷയ കൽപ്പിത വിഷു, അതാകട്ടെ ആര്യമനീഷയ കൽപ്പിത വിഷയ, കൽപ്പിക്കപ്പെട്ട വിഷയമാണ്, ആര്യബുദ്ധിയിൽ കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. അഞ്ജസ അവ്യുത്പന്ന ലോക സമധികമാണ്. പെട്ടെന്ന് വിൽപ്പന്നരല്ലാത്ത ജനങ്ങൾക്ക് അത് അറിയിക്കത്തക്കതല്ല. അവ്യുൽപ്പന്നമതിയാണ് എന്നുവെച്ചാൽ പ്രത്യക്ഷമായി പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകും, പരോക്ഷമായിട്ട് പറയുന്നത് അവ്യുൽപ്പന്നം മനസ്സിലാകും.
നല്ല അവബോധമുള്ള ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാർക്ക് മനസ്സിലാകുന്നതായ ഫമധിഗമഃ അഥ തദേവ ഏതദുരപഗമം. അതുകൊണ്ട് ഇത് എളുപ്പെന്ന് പ്രാപിക്കാൻ പറ്റുന്നതല്ല, ദുരപഗമമാണ്. സമവേത അനുകൽപ്പേന, അത് സമുചിതമായ രീതിയിൽ സമവേത അനുകൽപ്പേന നിർദ്ദിശ്യതാം ഇത് നിർദ്ദേശിക്കൂ എന്ന് വീണ്ടും ആവശ്യപ്പെട്ടു ഭരതൻ. ഹേ മഹാനുഭാവ, അങ്ങ് സർവജ്ഞനാണ്. എല്ലാ വിഷയങ്ങളെയും പ്രത്യക്ഷമായിട്ടല്ലാതെ പരോക്ഷമായ ദൃഷ്ടാന്തങ്ങൾ കൂടി അങ്ങ് വെളിപ്പെടുത്തി പ്രകാശിപ്പിച്ചു. ഈ സംസാര ലോക ജീവിതത്തിന്റെ നിസ്സാരതയും അവിടെ കറങ്ങിത്തിരിയുന്നുള്ള അപകടവും അതിൽ നിന്ന് ഗതി കിട്ടേണ്ട ആവശ്യകതയും അങ്ങ് പറഞ്ഞു. പരിഷ്കൃതമായ ലോകത്തിന് ഈ വിഷയം അത്ര എളുപ്പമാവില്ല. അതുകൊണ്ട് അഭ്യുൽപ്പന്നന്മാരായ സാധാരണക്കാർക്കറിയാൻ പാകത്തിന് അല്ല ഇത്. അതുകൊണ്ട് ദൃഷ്ടാന്തങ്ങളെ ഉദാഹരണം കൂടി ചേർത്തുകൊണ്ട് ഈ തത്വങ്ങളെ സമുചിതമായ രീതിയിൽ വെളിപ്പെടുത്താൻ ഒരു കാരുണ്യം ഉണ്ടാകണേ. അത്ര ഗഹനമായിപ്പോയി അങ്ങ് ഇപ്പോഴേ അവസാനം പറഞ്ഞ കുറെ തത്വങ്ങൾ. അത് സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകുന്ന മട്ടില്ലേ ഒന്ന് ലളിതമാക്കി നന്നാക്കി ഒന്ന് ഉപന്യസിച്ചെന്ന കൊള്ളാമായിരുന്നു എന്ന് രാജാവ് ആവശ്യപ്പെടുന്നു. അടുത്ത അധ്യായത്തിൽ ഭരതൻ ഈ സംസാര ലോക ജീവിതം ഒരു വനമായി സമ്പൂർണമായിട്ടും കൽപ്പിച്ച് അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് വർണ്ണിച്ച് അത് ഉപേക്ഷിച്ച് പോകേണ്ടത് ആവശ്യമാണെന്ന് സ്ഥാപിക്കുന്നതോടുകൂടി പഞ്ചമസ്കന്ധത്തിലെ ആദ്യത്തെ വിഷയം അവിടെ ഉപസംഹരിക്കും. അടുത്തൊരു അധ്യായം കൊണ്ട് ഇത് തീരും. സമയമായതുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കാം. സംശയം എന്തെങ്കിലുണ്ടോ ചോദിക്കാം, അല്ലെങ്കിൽ ശാന്തി പാടുന്നുണ്ട് ഉപസംഹരിക്കാം. സന്യാസിയെ ന്യസ്തദണ്ഡ എന്ന് പറയാൻ കാര്യം എന്താണ്? സന്യാസിയെ ന്യസ്തദണ്ഡ എന്ന് പറയാൻ കാര്യം എന്താണ്? ക്ലിയർ ആയില്ലേ? ഇപ്പൊ കേൾക്കാം. സന്യാസിയെ ന്യസ്തദണ്ഡ എന്ന് പറയാൻ കാര്യം എന്താണ്? സന്യാസിയെ ദണ്ഡം എന്ന് വെച്ചാൽ ഇഹരോഗ ദണ്ഡം വടിയെന്ന് മാത്രമല്ല അർത്ഥം. ഇഹലോക ജീവിതത്തിലെ സമസ്ത പ്രാരബ്ധങ്ങളെയും ദണ്ഡുപോലെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കേണ്ടതാണ്. ദണ്ഡന്യാസത്തിൽ പരന്യാസമില്ല അറിഞ്ഞാലും സന്യാസത്തിന്റെ ആദ്യത്തെ കൃത്യം ദണ്ഡന്യാസമാണ്. വടി ഉപേക്ഷിക്കണം എന്നല്ല, ദണ്ഡങ്ങളെ ഉപേക്ഷിക്കലാണ്. ദണ്ഡങ്ങൾ ഈ ലോക ജീവിതത്തിൽ അനുഭവിക്കുന്ന സമസ്ത കഷ്ടതകളുമാണ്, പ്രാരബ്ധങ്ങളാണ്. അത് മുഴുവൻ ഉപേക്ഷിക്കണം. അത് കൊണ്ടു നടക്കലല്ല. അതിനാണ് ദണ്ഡന്യാസം എന്ന വാക്കുന്നത്. ദണ്ഡല്ല, ദണ്ഡനമാണ്. ദണ്ഡല്ല. പിന്നെ ഈ സന്യാസികൾ, ചില സന്യാസികൾ ഈ അധികാരത്തിന്റെ ഭാഗമായിട്ട് ഒരു ദണ്ഡം കയ്യിൽ ധരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതെന്തിനാണ്? ദണ്ഡ് ബ്രഹ്മചാരികളുടെ കയ്യിലുള്ളതാണ്. ബ്രഹ്മചര്യത്തിൽ കൂടി സന്യാസത്തിൽ എത്തുന്നവർക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്കത് വേണം. വിവാഹം കഴിക്കാത്ത ബ്രഹ്മചര്യത്തിൽ നേരിട്ട് സന്യസിക്കുന്നവരുണ്ട്. ശങ്കര പരമ്പരയിൽപ്പെട്ടവരൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ആവണം എന്നാണ്. ഇപ്പൊ അല്ലാത്തവർ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ദണ്ഡ് ഇത് അവരുടെ ബ്രഹ്മചര്യത്തിന്റെ അടയാളമാണല്ലോ ദണ്ഡ്. അത് അവർക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ബ്രഹ്മചര്യം കഴിഞ്ഞിട്ടില്ല. അതോടുകൂടിയാണ് അവർ സന്യസിക്കുന്നത്. അതേസമയത്ത് ഗാർഹസ്ഥ്യം സ്വീകരിച്ചിട്ട് വാനപ്രസ്ഥം കൊണ്ട് സന്യാസിയായ ഒരാൾക്ക് ഇതൊന്നും ആവശ്യമില്ല.
ശരി അതാണ്. ശരി, മനസ്സിലായത്. ശരി സാർ. സാറേ, ദിഗ്ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ദിഗ്ഗജങ്ങൾ അഷ്ടദിക്പാലകന്മാരും അവർക്ക് 8 ആനകളും ഉണ്ട്. ദിഗ്ഗജങ്ങൾ. പക്ഷെ അതിനെ ജയിക്കാൻ പറയാൻ, മനസ്സുകൊണ്ട് ജയിക്കാൻ പറയുക എന്ന് വെച്ചാൽ ദിക്കുകളെയൊക്കെ ജയിക്കണമെന്നർത്ഥം. എല്ലാ ദിക്കുകളും അവിടെ കരുത്തന്മാരായ ആനകൾ തന്നെ ഉണ്ടാകും. അവരെയൊക്കെ എന്ത് ചെയ്യണം? ജയിക്കണം. അതങ്ങനെ ഓരോ ദിക്കിലും നമുക്ക് ചെന്നെത്താനാവാത്ത വിധത്തിൽ നമ്മുടെ മനസ്സിന്റെ 8 ദിക്കിലും 8 ആനകളാകുന്ന വിഷയമുഖങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ജയിക്കണ്ടേ? ഓക്കെ. അതാണ് അഷ്ടദിഗ്ഗജങ്ങളെ ജയിക്കാൻ പറഞ്ഞത്. മനസ്സിനെ ജയിക്കുക എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. വിഷയങ്ങളിൽ മനസ്സിനെ നമുക്ക് അതിൽ നിന്നും പുറത്ത് കിടക്കാൻ നമുക്ക് വിഷമം തോന്നിക്കുന്നത് ചുറ്റും വ്യാപരിച്ച് നിൽക്കുന്ന ഈ ദിഗ്ഗജങ്ങളാണ്. അതിനെ ആർക്കും ജയിക്കാൻ വിഷമമാണ്. അതിനെ കൂടെ ജയിച്ച് അകത്തുനിന്ന് പുറത്ത് കിടക്കണം. അത് വിഷയങ്ങളുടെ കടുത്ത വാസനകളാണ് ദിഗ്ഗജങ്ങളായി രൂപണം ചെയ്തത്. അതിന് ജയിച്ച് പുറത്ത് വരണം. സാറേ, പഞ്ചമസ്കന്ധത്തിലെ ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞ സാർ എന്തോ ആത്മജ്ഞാനമാണോ? ആദ്യത്തെ യോഗവും ഭക്തിയും ജ്ഞാനവും 3 കഴിഞ്ഞു. ഇതാണ് ഈ 14 അധ്യായങ്ങളുള്ള വിഷയം. ആദ്യത്തെ യോഗം, ഭക്തി, ജ്ഞാനം. ഇനി അങ്ങോട്ട് ഭൂഗോള വർണ്ണനം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. 15-ാം അധ്യായം മുതൽ ഈ സ്കന്ധം തീരുന്നവരെ അത് മാത്രമേ ഉള്ളൂ. അതാണ് ആദ്യത്തെ ഭാഗം. 14 കൊണ്ട് തീരുമെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നത്തെ എന്നാ സാർ, എനിക്ക് ക്ലിയർ ആയില്ലത്. ഭൂഗോള വർണ്ണനം അത് അറിയാം. അതാണ് ഇനി പറയാൻ പോകുന്ന വിഷയം. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഞാൻ ഭക്തി, യോഗം, ഭക്തി, ജ്ഞാനം 3 കഴിഞ്ഞു. പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞു. അതാണ് ഇതുകൊണ്ട് തീരുന്നു എന്ന് പറഞ്ഞത്. അടുത്ത ഒരിതുകൊണ്ട് ജ്ഞാനത്തെ സമ്പൂർണ്ണമായിട്ടും ഉപസംഹരിക്കാൻ, എന്നിട്ട് ഭൂഗോളത്തെ വർണ്ണിക്കണം. അതാണ് ഒരു വിഷയം തീരുന്നു പറഞ്ഞത്. ഓക്കെ. പിന്നെ ഭൂഗോളവും നരകവും എല്ലാം കൂടി അങ്ങ് വർണ്ണിച്ചു. അതിൻ്റെ അകത്ത് വരുന്നതാണുള്ളത് മുഴുവൻ. താങ്ക്സ് സാറേ. ഓ, വിഷയങ്ങളെ കഴിഞ്ഞെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ.